ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മെന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇത് നമ്മൾ നോക്കുന്നത് കലിയുഗത്തിൽ മാനിഫെസ്റ്റേഷൻ്റെ പ്രാധാന്യം എന്താണ്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് കലിയുഗമാണിപ്പോൾ നടക്കുന്നത്. കലിയുഗത്തിൽ കലി വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വളരെ സ്പീഡാണ്. കലി ബാധിക്കുന്നത് വളരെ പെട്ടെന്നാണ്. കലിയുഗത്തിൽ കൽക്കി അവതാരത്തിൽ ഈശ്വരൻ അവതരിക്കുന്നു, ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും നമുക്ക് ഈ കൽക്കി, അതായത് കുതിരപ്പുറത്ത് വളരെ വേഗത്തിൽ ചീറിപ്പായുന്ന ഒരു മനുഷ്യരൂപമാണ് കലി എന്ന് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലിയുഗത്തിൽ കലി എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അറിവുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ശരിയാണ്, കറക്റ്റാണെന്ന്. കലിയുഗത്തിൽ കലി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കലി വളരെ വേഗത്തിൽ വരുന്നു. വളരെ വേഗത്തിൽ കലിയുഗത്തിൽ വന്ന കലിയാണ് നമ്മുടെ ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അറിവുകൾ തന്ന ഇൻ്റർനെറ്റാണ്. നമ്മുടെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. കലിയുഗത്തിൽ നമുക്ക് നാശത്തിന് ഉപയോഗിക്കാം, നന്മയ്ക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട് അല്ലേ. ഏത് നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമ്മൾ മോശം കാര്യങ്ങളാണ് ചൂസ് ചെയ്യുന്നെങ്കിൽ ഈ കലിയുഗത്തിൽ നമ്മൾ കലി ബാധിച്ച് നമ്മൾ നാശത്തിലേക്ക് പോകും. അപ്പം നമ്മളിലുള്ള ഒരു ആസുരിക ഭാവവും ഒരു ദൈവിക ഭാവവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു അസുരനും ദേവനും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ദൈവിക ഭാവം വർദ്ധിപ്പിച്ചെടുത്ത് നമുക്ക് ഈശ്വരിലേക്ക് പോകാനുള്ള വഴിയും നമുക്ക് ഈ ഇൻ്റർനെറ്റിലൂടെയും പല വീഡിയോസിലൂടെ അറിയാവുന്ന ആളുകൾ ചെയ്ത വീഡിയോസ് കണ്ട് അവരുടെ അറിവുകൾ പങ്കുവെച്ചത് കേട്ടിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം മോശമായിട്ടൊരു ആസുരിക ഭാവം കൂടുതലായിട്ട് നിൽക്കുന്നൊരു വ്യക്തി, ദൈവവിശ്വാസമില്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദികളെല്ലാം അങ്ങനെ ആസുരിക ഭാവമുള്ളവരൊന്നുമല്ല, അവർ നിരീശ്വരവാദി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ തന്നെ ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ നമുക്കറിയാലോ. അവർ അങ്ങനെ കൗമാരക്കാരായ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനത്തുള്ള കുട്ടികളുടെ കയ്യിലൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം അറിയാതെ ഉപയോഗിക്കുന്നവർ അവരറിയാതെ ചെന്ന് പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ചില മോശം സമയത്ത് മോശം സാഹചര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. പിന്നെ ആസുരിക ഭാവമുള്ളവർ ഇതിനെ റിസർച്ച് ചെയ്ത് കണ്ട് അവരതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. ഓരോ വീഡിയോസിന് താഴെ പോയി നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിലും പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കലിയുഗത്തിൽ നമുക്ക് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഈ ഇൻ്റർനെറ്റ് രൂപത്തിലാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നൊരു കാര്യമാണത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, അറിവുള്ളൊരു മഹാൻ പറഞ്ഞ് ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഇൻ്റർനെറ്റാണ് കലിയെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം, നമ്മളിലേക്ക് അറിവുകൾ വളരെ ഫാസ്റ്റായിട്ടാണ്. അത് കലിയുഗത്തിൽ ഭഗവാൻ വളരെ ഫാസ്റ്റാണെന്ന് പറയുന്നതുകൊണ്ട് നമ്മളിലേക്ക് അറിവുകൾ വളരെ കൈവിരൽ തുമ്പിലത്തെ അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ലഭിച്ചൊരറിവാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ വിചാരിക്കും മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ ട്രെയിനിങ്, ലൈഫ് കോച്ചിങ്, ഈ രീതിയിൽ എല്ലാവരും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവരിലേക്ക് ഇതൊക്കെ നേരത്തെ ആളുകൾക്ക് ഇത് അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ട്. അതിലൂടെ റിസൾട്ട് നേടിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പ്രമുഖരായ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ വരെയുണ്ട്. ഒളിമ്പിക്സ് ജേതാക്കളുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളിലേക്കൊന്നും സാധാരണക്കാരിലേക്കൊന്നും ഇതെത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇത് പറയുമ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് സംശയമാണ്. ഇപ്പോൾ ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു വഴി, എല്ലാവർക്കും ഇതിപ്പോൾ ഒരു ട്രെൻഡാണ് അങ്ങനെ വിചാരിക്കും നമ്മൾ. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് കലിയുഗത്തിൽ നമ്മളിലേക്ക് എത്തിയ ഒരു നേട്ടമാണ് മാനിഫെസ്റ്റേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ ട്രെയിനിങ്. ഇതൊക്കെ എന്ന് പറയാൻ നമ്മളിലേക്ക് എത്തിയൊരു നേട്ടം. ഇതൊക്കെ നമ്മളിലേക്ക് എത്തിയെങ്കിൽ, നമ്മളത് ചെയ്യാൻ തയ്യാറാവുമെങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കും. നമുക്ക് സ്വയം തന്നെ സാധിക്കും. എത്രയോ നല്ല കാര്യം, ഇത്രയും നല്ലൊരു അറിവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുന്നിൽ എത്തിയിട്ട് നമ്മളത് വിനിയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നത്. ഇതിന് മുന്നിൽ കണ്ണടച്ച് നിന്നിട്ട് ഇതെന്താണ്, ഏതാണ്, ചുമ്മാതാണ്, ഇതൊന്നും നടക്കില്ല,
ഇതൊന്നും വർക്കാവില്ല. നമ്മൾ വർക്കാവില്ല എന്ന് വിശ്വസിച്ചിട്ട് ഇത് ചെയ്യാൻ പോയാൽ ഇത് നടക്കില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് കലിയുഗത്തിൽ നമ്മുടെ മുന്നിലെത്തിയ വലിയൊരു വിശേഷപ്പെട്ട അറിവാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. പല പല മെത്തേഡിലൂടെ, പല പല പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ കർമ്മയൊന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഒരു 60% നമ്മൾ വരുമ്പോൾ, നമ്മൾ ജനിക്കുമ്പോൾ ഒരു 60% നമ്മുടെ മുൻജന്മത്തിലെ കാർമിക് എഫക്റ്റുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 40% ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റാൻ പറ്റും. ഈ 40% തന്നെ അധികമാണ്. നമുക്കൊരു നല്ല ഉയർച്ചയോടുകൂടി ജീവിക്കാൻ 40% തന്നെ അധികമാണ്. പക്ഷേ ഈ 60%ൻ്റെ കാഠിന്യം കുറയ്ക്കണം. അത് മുൻജന്മ കർമ്മൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? നമ്മുടെ ഈശ്വര വിശ്വാസത്തിലൂടെ, നാമജപത്തിലൂടെ. അത് നാമജപം എന്ന് ഞാൻ പറയുന്നത് ഒരു ഏത് മതമാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ വിശ്വാസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതൊരു ഹിന്ദുവാണെങ്കിൽ അവർക്ക് നാമജപത്തിലൂടെ, കലിയുഗത്തിൽ നാമജപത്തിന് പ്രാധാന്യമുണ്ട്, നാമജപത്തിലൂടെ ഒരുപാട് ദോഷകാഠിന്യം കുറയ്ക്കാൻ പറ്റും. അത് കാർമിക് എഫക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ ദാനധർമ്മത്തിലൂടെ നമുക്ക് കാഠിന്യം കുറയ്ക്കാൻ പറ്റും. നമ്മൾ എത്ര വലിയ പൂജകൾ, ഹോമങ്ങൾ, അമ്പലത്തിൽ പോയി വഴിപാടുകൾ, അതേപോലെ പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥനകൾ, പള്ളിയിൽ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ വീട്ടിലൊരു സന്ധ്യാപ്രാർത്ഥനയുണ്ട്, പിന്നെ അതേ കണക്ക് മുസ്ലിംസിന് 5 നേരം നിസ്കാരമുണ്ട്. ഹിന്ദു ഭവനങ്ങളിലാണെങ്കിൽ നാമജപത്തിന് പ്രാധാന്യം കൊടുക്കണം. നാമജപത്തിന്, അത് ഏത് മതമായാലും അവരുടെ ജപങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പ്രാധാന്യം കൊടുക്കണം. അത് കൃത്യമായിട്ട് ചെയ്യണം. ഏത് മതമാണെങ്കിലും അത് കൃത്യമായി ചെയ്യണം. അതുപോലെ നാമജപത്തിനും പ്രാർത്ഥനകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ കർമ്മവിനകൾ ഒഴിഞ്ഞു പോകും. പുതിയ നല്ല നല്ല കാര്യങ്ങൾ, അതായത് നമ്മുടെ ദോഷങ്ങൾ ഒഴിഞ്ഞ് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ദോഷകാഠിന്യം കുറയും. ദാനധർമ്മങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്താൽ മതി. പൈസ കൊടുക്കണമെന്നോ ആഹാരം കൊടുക്കണമെന്നോ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ അത് നമ്മുടെ ഒരു നല്ല കർമ്മമായിട്ട് നമുക്ക് അടുത്ത ജന്മത്തിലേക്കെങ്കിലും കിടക്കും. ഇതൊന്നുമില്ല, നമ്മൾ ഈ 40% മാത്രമേ ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് നമ്മൾ നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചാലും മതി. എന്നെ ബാധിക്കുന്നില്ല, ശരി, എങ്കിലും നമ്മൾ ഈശ്വര വിശ്വാസത്തോടു കൂടി പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട്, അതായത് പ്രശ്നങ്ങൾ വരില്ല എന്നല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വരുകയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് ജീവിതം. അത് നമ്മുടെ കർമ്മ എഫക്റ്റുകളും പുതിയ ജീവിതത്തിൽ നമ്മൾ കുറേ പാഠങ്ങളും, നമുക്ക് പുതിയ ജന്മത്തിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചാണ് നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈശ്വരൻ നമുക്ക് കുറച്ച് പരീക്ഷണമൊക്കെ തരും. അപ്പോൾ അത് എന്ത് പരീക്ഷണം വന്നാലും അതിനെ അതിജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ കലിയുഗത്തിൽ, നമ്മുടെ ഇൻ്റർനെറ്റ് യുഗത്തിൽ നമുക്ക് എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു പോസിറ്റീവ് ചിന്താഗതിയിലൂടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെന്ത് പറയുന്നു, കാശ് ചിലവൊന്നും ഇല്ലല്ലോ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി നമ്മുടെ എന്താ പറയുക, നമുക്ക് ചെയ്യുന്ന ചെറിയ ടെക്നിക്കുകളൊക്കെ ചെയ്ത് നമ്മൾ ചിന്തകളെ പോസിറ്റീവ് ആക്കിയതിന് ശേഷം ഈ ടെക്നിക്കുകൾ ചെയ്താൽ നമ്മുടെ ഒരു ഈശ്വര പ്രാർത്ഥന, ഈശ്വരാധീനം എല്ലാം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ഈസിയായിട്ട് വർക്കാവും കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഫ്രീക്വൻസി ഹൈ ആയി നിൽക്കുവാണെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാവും. അതൊന്നും വലിയ പാടൊന്നുമുള്ളൊരു കാര്യം, ഭയങ്കരമായിട്ട് ഇത് കുത്തിയിരുന്ന് എഴുതി വരച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഈസിയായിട്ട് എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് നടക്കുന്ന കാര്യം തന്നെ. പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാലും ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട. ആ സമയമാകുമ്പോൾ നടന്നോളൂ. ചിലപ്പോൾ ഒരു കാർമ എഫക്റ്റ് കൊണ്ടോ ഇച്ചിരി ലേറ്റ് ആവുന്നത്, അതൊന്നും നമ്മൾ നിരാശപ്പെടാം. അയ്യോ ഞാനത് ചെയ്തു, എനിക്കിത് നടന്നില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ 100% വർക്കിംഗ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളാരും പറഞ്ഞതല്ല, ഇതൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പേ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി ഓരോരുത്തർ ഇത് പരീക്ഷിച്ച് അവരറിഞ്ഞ് എത്ര പുസ്തകങ്ങൾ തന്നെ, എത്ര ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ആ ബുക്കുകളൊക്കെ നമുക്ക് മേടിച്ച് നോക്കാവുന്നതാണ്, വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ ഈ പറയുന്ന അറിവുകൾ നമുക്ക് സ്വയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ആരും വെറുതെ പറയുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്വയം പിന്നെ സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരാം.
നമുക്ക് എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചാലും എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എനിക്കൊരു ഇതിനൊരു സൊല്യൂഷൻ വേണം, എനിക്ക് ഇതിനെക്കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം, എനിക്കതിന് ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം വേണം, അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫോൺ നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലൊരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും ഒരു 1-to-1 സെക്ഷൻ, നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു 1-to-1 സെക്ഷൻ തീർച്ചയായും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുക, ഈശ്വരപ്രാർത്ഥന അതോടൊപ്പം കൂടെ കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.